ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ പറയും ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് ഒന്നും ഇഗ്നോർ ചെയ്യാം. സംഭവം എന്ന് പറയുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാം സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ ഏത് ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട് ആയിട്ടുള്ളത്. ഇതിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു മിനിമം ഒരു 5 വീഡിയോ കൂടുതൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും അതൊന്ന് കാണാൻ നോക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് സ്കിൻ കെയർ എന്നും എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്നും അത് തുടങ്ങാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്നാലും ഞാൻ ഇനി വീഡിയോ എങ്ങാണ് നിങ്ങൾ കാണാൻ മിസ്സായി പോയാലോ എന്ന് കരുതിയിട്ടാണ് ഈ ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീൻ തുടങ്ങുന്നതിന് മുന്നേ അറിയേണ്ട കുറച്ച് അധികം കാര്യങ്ങളുണ്ട്. അത് ഈ വീഡിയോ എന്തായാലും കൂടുതൽ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആദ്യം സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കണം. സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാൻ 2 വഴികളുണ്ട്. 2 അല്ല, ഒരുപാട് വഴികൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് പറഞ്ഞാൽ നൈറ്റ് ടൈമിൽ മുടിയൊക്കെ നല്ല രീതിയിൽ കെട്ടി വെച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഫേസ് വാഷ് എടുത്ത് മുഖം ഒന്ന് കഴുകുക. മുഖം ഒരക്കുകയോ തുടക്കുകയോ ചെയ്തിട്ട് ജസ്റ്റ് എയർ ഡ്രൈ ചെയ്യട്ടെ. എന്നിട്ട് നിങ്ങൾ കിടന്നുറങ്ങാം. മുഖം തലയാണിൽ വെച്ച് കിടക്കുകയും ചെയ്യരുത്. രാവിലെ എണീറ്റതിന് ശേഷം നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണ് നോക്കുക. നല്ല ഓയിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആയിരിക്കും. ഈ ഒരു ടീ സോണിൽ മാത്രമാണ് ഓയിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കും. ഇനി ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, എനിക്ക് ആക്നെ പ്രോൺ സ്കിൻ ആണ്, എനിക്ക് സെൻസിറ്റീവ് സ്കിൻ ആണ്, ഈ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള പ്രോഡക്റ്റുകൾ എന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് പറയാനുള്ളത്, ആക്നെ പ്രോണും സെൻസിറ്റീവ് എന്ന് പറയുന്നത് ഒരു സ്കിൻ ടൈപ്പ് അല്ല. ആക്ച്വലി സ്കിൻ ടൈപ്പ് ആണ്, പക്ഷെ സ്കിൻ ടൈപ്പ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസിറ്റീവ്, ഓയിലി, കോമ്പിനേഷൻ, നോർമൽ, ഡ്രൈ, ഇതാ 4 ആയിരിക്കും സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങളുടെ സ്കിൻ ടൈപ്പ്. അതിൽ തന്നെ ആക്നെ പ്രോണും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള സെൻസിറ്റീവ് ആക്നെ പ്രോൺ സ്കിന്നാണ് എനിക്ക്, മനസ്സിലായില്ലേ? അപ്പൊ അതേപോലെ ആയിരിക്കും നിങ്ങളുടെ സ്കിൻ ടൈപ്പും വരുന്നത്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ നോക്കുക. അല്ലാതെ സെൻസിറ്റീവും ആക്നെ പ്രോണും ഒരു സ്കിൻ ടൈപ്പ് അല്ല. ഓക്കെ. ഇനി പ്രോഡക്റ്റുകൾ ചൂസ് ചെയ്യുന്നതും, നിങ്ങൾ സ്കിൻ കെയർ ചൂസ് ചെയ്യുന്നു, ഒരാളുടെ സ്കിൻ കെയർ അതേപോലെ കോപ്പി ചെയ്യരുത്. നിങ്ങളുടെ സ്കിന്നിന് എന്താണോ വേണ്ടത് അതാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ആയിട്ടെന്ന് പറയുമ്പോൾ ഒരിക്കലും സിറംസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യരുത്. നിങ്ങളുടെ സ്കിന്നിന് ചേരില്ല സിറംസ് എന്ന് പറയുന്നത്. നമ്മൾ എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു സ്കിൻ കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത് കുറേ നാൾക്ക് ശേഷം മാത്രമേ സിറംസ് ഒക്കെ പതിയെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട സാധനങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ പെട്ടെന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാമേജ് ആവാനും ഒക്കെ ഉള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ഒരു നോൺ കൊമഡോജനിക് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഒരു രാവിലെ ആണെന്നുണ്ടെങ്കിൽ ജെന്റിൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ്, ഏതെങ്കിലും ജെന്റിൽ ഫേസ് വാഷ് നിങ്ങൾ നോക്കുക. ജെന്റിൽ ഫേസ് വാഷ് അല്ലെങ്കിൽ വെള്ളം യൂസ് ചെയ്ത് മുഖം കഴുകിയാലും മതി രാവിലെ. എന്നിട്ട് നിങ്ങൾ നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് മോയ്സ്ചറൈസ് ചെയ്യുക. സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഇത് 3 ഉള്ളൂ മോർണിംഗ് സ്കിൻ കെയർ ആയിട്ട് പറയുന്നത്. ഇനി നൈറ്റ് ടൈമിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിൻ, ഓയിലി, കോമ്പിനേഷൻ, നോർമൽ ആണെങ്കിൽ നല്ല കുരു വരുന്ന സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡബിൾ ക്ലെൻസിംഗ് എന്ന് പറഞ്ഞ സ്റ്റെപ്പാണ്. അതിനൊരു ക്ലെൻസിങ് ഓയിലും ഒരു ക്ലെൻസറും വേണം. അപ്പൊ ഈ ക്ലെൻസിങ് ഓയിൽ എന്ന് പറയുന്നത് എണ്ണയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയല്ല, അത് എണ്ണ പോലിരിക്കുമെങ്കിലും അത് നമ്മുടെ മേക്കപ്പും സൺസ്ക്രീനും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. എന്നാൽ നമ്മൾ സാധാ ഫേസ് വാഷ് കൊണ്ട് ഈ സൺസ്ക്രീൻ ഒന്നും പോകത്തില്ല. സൺസ്ക്രീൻ പോവാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോഴ്സിനകത്ത് ക്ലോഗ് ചെയ്ത് മുഖം നിറയെ കുരു വരും. അതുകൊണ്ട് നമ്മൾ രാത്രി ഫുള്ള് റിമൂവ് ചെയ്യേണ്ട ഭയങ്കര നിർബന്ധമാണ്. ഡബിൾ ക്ലെൻസിങ്ങിനെ കുറിച്ചൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് നേടിയിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഞാൻ ചെയ്ത് കാണിക്കുന്ന വീഡിയോസ് വേറെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് ഓടിച്ച് പറയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഫസ്റ്റ് ഡബിൾ ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ രാത്രിത്തെ നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കണം ഡബിൾ ക്ലെൻസിങ്. മുഖം ഒന്നും കഴുകണ്ട, മുടി കെട്ടിവെച്ചതിന് ശേഷം കുറച്ച് ക്ലെൻസിങ് ഓയിൽ കയ്യിലെടുത്തിട്ട് നല്ല രീതിയിൽ 10 മിനിറ്റ്സ് ഒക്കെ റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ ഫുൾ ഇളകി വരും. അതുപോലെ കുഞ്ഞു ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആവും. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് അതൊന്ന് റബ്ബ് ചെയ്ത് വാഷ് ചെയ്ത് കളയുമ്പോഴേക്കും ഈ എണ്ണ മാറിയിട്ട് സോപ്പ് വെള്ളം പോലെ ആവും. ഇത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഫേസ് വാഷോ ക്ലെൻസറോ വെച്ച് മുഖം ഒന്നുകൂടെ കഴുകുക. അതോടെ ഡബിൾ ക്ലെൻസിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് കംപ്ലീറ്റ് ആയിട്ട് തീരും. എന്നിട്ട് നിങ്ങളുടെ സ്കിന്നിന്റെ ഏതാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്, ചെറിയ നനവുള്ള സ്കിന്നിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. എപ്പോഴും ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ചെറിയ നനവുള്ള സ്കിന്നിൽ അപ്ലൈ ചെയ്താലേ സ്കിൻ അത് അബ്സോർബ് ചെയ്യത്തുള്ളൂ. നമുക്ക് ഇതുപോലത്തെ ആക്റ്റീവ് സാലിസിലിക് ആസിഡ് അങ്ങനത്തെ സിറംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ, സിറംസ് എന്ന് പറയുമ്പോൾ എല്ലാ സിറംസ് അല്ല, ഇതുപോലത്തെ ആക്റ്റീവ്സ് ഉള്ള സിറംസ് യൂസ് ചെയ്യുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള
ഫേസിൽ മാത്രം യൂസ് ചെയ്യാൻ നോക്കാം. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ വരുന്നത്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ഇനി നിങ്ങൾക്ക് സിറം യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സ്കിൻ കെയർ റൂട്ടീൻ നമ്മൾ ഫോളോ ചെയ്തൊരു 1 മന്തിനൊക്കെ ശേഷം നിങ്ങൾക്ക് സിവിയർ ആയിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം ഏതെങ്കിലും ഇപ്പം ആക്നെ ആണെങ്കിൽ മാത്രം ഏതെങ്കിലും ഒരു സിറം പതിയെ നമുക്ക് സ്കിൻ കെയർ റൂട്ടീനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആ സിറം യൂസ് ചെയ്യേണ്ട രീതിയിൽ, യൂസ് ചെയ്യേണ്ട മെത്തേഡ്, എത്ര ദിവസം ഏതൊക്കെ രീതിയിൽ എന്നുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ശ്രദ്ധിച്ചും കേൾക്കണം. അതിൽ ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടും. ഒരുപാട് പേരോട് ചോദിച്ചു ആക്നെ പ്രോൺ സ്കിന്നും ഓയിലി സ്കിന്നൊക്കെ മോയ്സ്ചറൈസർ ഇടണോ എന്നുള്ളത്. നിങ്ങൾ ആദ്യം പറയുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഒരു തോന്നൽ എന്ന് പറയുമ്പോൾ മോയ്സ്ചറൈസർ ഇടുമ്പോൾ കുരു വരും എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ കുരു വരും. എന്നാൽ പ്രോപ്പർ ആയിട്ടുള്ളത് അല്ല പ്രോഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കുരു വരും. പക്ഷെ ഇട്ടാലാണ് കുരു കുറയുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഇറിറ്റേറ്റ് ആവാനും ഭയങ്കരമായിട്ടുള്ള ഡാമേജസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഭയങ്കര നിർബന്ധമാണ്. സൺസ്ക്രീൻ ഒരു തവണ രാവിലെ ഇട്ടാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യത്തില്ല ആ സാധനം. അതുപോലെ നിങ്ങൾ ഇടുന്ന പോലെ ഇങ്ങനെ ഇടരുത്. എനിക്ക് ഒരുപാട് പേരെ അറിയാം, ഒരു തുള്ളി സൺസ്ക്രീൻ മാത്രം ഇവിടെ ഇങ്ങനെ ഇടുന്ന ആൾക്കാർ. അങ്ങനെയല്ല ഇടേണ്ടത്. നല്ല രീതിയിൽ എമൗണ്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അതായത് മുഖം നിറയെ നമുക്ക് കവർ ചെയ്യുന്ന രീതിയിൽ, മുഖവും കൈയും ദേഹവും ഒക്കെ കവർ ചെയ്യുന്ന രീതിയിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സൺസ്ക്രീൻ 2 മണിക്കൂറേ ലാസ്റ്റ് ചെയ്യുള്ളൂ. കൂടിപ്പോയ ഒരു 3 മണിക്കൂർ. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും റീഅപ്ലൈ ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒന്നീ സൺസ്ക്രീൻ സ്റ്റിക്കുകളോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിരിക്കുന്ന സൺസ്ക്രീൻ തന്നെ ഒന്ന് റീഅപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പുറത്താണെന്നുണ്ടെങ്കിൽ എന്തായാലും വീണ്ടും ടാൻ അടിക്കാനും അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ട്. സോ അത് മനസ്സിൽ വെക്കുക. അതുപോലെ നിങ്ങൾ ഏത് സിറംസും ഏത് പ്രോഡക്റ്റുകളും അല്ലാതെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൺസ്ക്രീനും മോയ്സ്ചറൈസർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റുകളൊന്നും വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഒരു പ്രോഡക്റ്റ് മാത്രം ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ നല്ല പണി കിട്ടിക്കഴിഞ്ഞാൽ എന്നെ പറയരുത്. കാരണം ഉറപ്പാണ്, എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം വേറെ ഏത് പ്രോഡക്റ്റുകളാണെന്നുണ്ടെങ്കിലും അത് വർക്ക് ചെയ്യാനുള്ള ഒരു ബേസ് സാധനം എന്ന് പറയുന്നത് ക്ലെൻസറും മോയ്സ്ചറൈസറും സൺസ്ക്രീനാണ്. ഇതില്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റുകളോ സിറംസോ അപ്ലൈ ഈവൻ ഹോം റെമഡീസ് ആണെന്നുണ്ടെങ്കിലും നല്ല പണി കിട്ടും. ഹോം റെമഡീസ് ആണ് നമ്മൾ ഏറ്റവും ചതിക്കുന്ന സാധനങ്ങൾ. ഞാൻ അതിനെ പറ്റിയിട്ട് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള രീതിയിൽ ഈ സ്കിൻ കെയർ, ബേസിക് സ്കിൻ കെയറിന്റെ കൂടെ മാത്രം ഹോം റെമഡീസ് യൂസ് ചെയ്താലേ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് എന്നാലും മനസ്സിൽ വെക്കാം. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ള ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പല വീഡിയോസ് ആയിട്ട് ഞാൻ ഇതിന്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് തന്നെ ഇങ്ങനെ വലിച്ചു നീട്ടാത്ത. നിങ്ങളപ്പം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് സംഭവം എന്നുള്ളത്. ഓക്കെ, ബൈ.